ഇപ്പം സമയം എത്രയായിന്നറിയോ? 3:30 അല്ലേ? 3:30. ഇത് നല്ല രസമാട്ടോ. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ചായയെല്ലാം കൊടുത്ത് വെറും ചായ കൊടുത്തിട്ട് വാവട്ടം പോയി. അപ്പോൾ ഇവനിന്ന് പോകണ്ടല്ലോ, ഓൻ കുളിക്കുകയെല്ലാം ചെയ്ത് പിന്നെ എടുത്തേക്ക് കിടന്ന്. അപ്പോൾ രാവിലത്തെ ചായക്ക് പുട്ടും തക്കാളിക്കറിയാക്കി. പിന്നെ ഞാൻ പറഞ്ഞു ഇന്ന് ചോറില്ല, ഇന്ന് ചോറ് വെക്കുന്നില്ല, ഇവർക്ക് രണ്ടാൾക്കും ഒരു നേരമാണ്. ഞാനും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നേരമേ കഴിക്കലുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ആകെ ഇത്തിരിപ്പിടി ചോറ് വെച്ച് കഴിഞ്ഞാലും വേസ്റ്റിൽ കൊണ്ടിടണം. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു ഇന്ന് ചോറില്ല, ഇന്ന് ചോറ് വെക്കുന്നില്ല, കയ്യല എന്താ ഇങ്ങനെ വെച്ചിട്ട് കളയാനാണെങ്കിൽ നമ്മളിങ്ങനെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒന്നുമില്ല തിന്നണോ അതുമില്ല, ഒന്നും ചെയ്യില്ല. അപ്പോൾ ഭക്ഷണം കിട്ടായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ ഇങ്ങനെ ഇതാകുന്നുണ്ട്. എന്നിട്ട് നമ്മളതെല്ലാം പറഞ്ഞാൽ ഒരു ഇത്തിരി അരി വെച്ച് കഴിഞ്ഞാലും പിന്നെ ചോറ് ബാക്കി, കറി ബാക്കി, എല്ലാത്തിനും നമ്മൾ ചിലവാക്കുന്നുണ്ട്. പക്ഷേ കൊണ്ടുപോയിട്ട് വേസ്റ്റിൽ മുട്ടും. നിങ്ങളെ വീട്ടിലെല്ലാം ഇങ്ങനെ ഉണ്ടാവില്ല? എല്ലായിടെയും ഉണ്ടാവും ഇത്. എന്താ വെച്ചാൽ നമുക്ക് വയറളന്നിട്ടൊന്നും വെക്കാനുള്ള ഒരു മാന്ത്രിക ശക്തിയൊന്നും ഇല്ല. ചില ദിവസം ഇത്തിരി ചോറ് വെക്കുന്ന ദിവസം അന്ന് ചോറിന് കുറേ കൂടുതൽ ഇത് ആവശ്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എന്ത് വിചാരിച്ച് ഇന്ന് ചോറ് വെക്കുന്നില്ല, കയ്യല്ലാന്ന്. അപ്പോൾ ഇതാ 2:30 മണിയെല്ലാം കഴിഞ്ഞേരെ മടിയൻ ഇരട്ടിപ്പണി എന്ന് പറയൂലേ, അതുപോലെ ഒന്നുമില്ല. ചുട്ട് വെച്ച പുട്ടെല്ലാം തീർന്ന് പിന്നെയും എടുത്ത് തിന്ന് കഴിഞ്ഞാൽ തീരൂലേ. അപ്പം നോക്കുമ്പോൾ ഇവന് വിശക്കുന്നു. അന്നേരം എന്നോട് ചോറാക്കി താഴ്ന്ന്. അങ്ങനെ ഞാനിതാ റേഷൻ അരി തന്നെയാണ്, കുറച്ച് റേഷൻ അരി വെച്ച് കറിയൊന്നുമില്ല. കറി പുട്ടിന് വെച്ച തക്കാളി കറിയുണ്ട്, പക്ഷെ അതെന്തായാലും പിന്നെ ഇവർക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ, അത് എനിക്ക് വേണേൽ കൂട്ടാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് 2 ചമ്മന്തി ചേർക്കാം. ഇന്നലെ വാവട്ടം കുറേ കാന്താരി കൊണ്ടുവന്നേ. അപ്പം കാന്താരി പുളിയും പിന്നെ ഉള്ളിയെല്ലാം ചേർത്തിട്ട് ഒരു വെള്ള ചമ്മന്തി അരച്ച്, ഒരു വെളുത്തുള്ളിയും മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ഒരു ചുവന്ന ചമ്മന്തി അരച്ച്. തേങ്ങക്ക് ക്ഷാമമാണ്, പൈസയും കൊടുത്ത് വാങ്ങുന്നത്, എന്നാലും ചമ്മന്തിയെല്ലാം അരക്കാണ്ട് നിൽക്കില്ല. പിന്നെ മാങ്ങേൻ്റെ അച്ചാറും. ഇന്ന് ഇതും കൂട്ടി തിന്നട്ടെ എന്ന് വിചാരിച്ച്. ഇവർക്ക് ഇഷ്ടമാണ് ചമ്മന്തി ചോറെല്ലാം, കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ്. അങ്ങനെയാണ് നമ്മൾ ഓരോരോ ദിവസത്തെ ഇത് നമ്മൾ വെക്കാൻ കഴിയല്ല. പിന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നത്, എന്തിനാണ് വെക്കുന്നത്, എന്തെന്നാണ് വെക്കണ്ട, ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ചിരിക്കും. ചില ദിവസം നമ്മളൊരു മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കിതേ അവസ്ഥ ഉണ്ടാവും. കാരണം നമുക്കും വിശക്കും. രാവിലത്തെ ചായ കൂട്ടലിൽ നിന്ന് ഇങ്ങനെ എല്ലാപ്പം തിന്നാനൊന്നും പറ്റില്ല. അങ്ങനെ ഞാനും എടുത്തു വെച്ച ചോറ് എന്തായാലും വെച്ചല്ലേ തിന്നട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കണ്ടോ ഇന്ന് പ്ലേറ്റിലല്ലേ കണ്ടോ ഈ ഒരു സംഭവം. ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് LICന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഞാൻ ആ സമയത്തെല്ലാം നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ലോണം ഗിഫ്റ്റും കിട്ടിക്കുക. ഒരുവിധം എൻ്റെ എടുക്കുക നല്ലതായിട്ടുള്ള കുപ്പീൻ്റെ സംഭവങ്ങളെല്ലാം എനിക്ക് LICന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു വേറെ പ്ലേറ്റൊന്നും എടുക്കാൻ കഴിയില്ല, ഇതിൻ്റെ അകത്തേക്ക് ചോറ് തിന്നട്ടേന്ന്. നല്ലൊരു കറിയെല്ലാം ഒഴിച്ച് വെക്കാനും നല്ലൊരു പാത്രമായത്. അതുമാത്രമല്ല ഞാൻ ഇതിൻ്റെ അകത്ത് അധികം ചപ്പാത്തിയല്ല ചുട്ടിടുക. അങ്ങനെ ഞാനിതാ ഇന്നത്തെ ചോറ് കഴിക്കട്ടെ. എല്ലാം കൂടി ഇപ്പോൾ 5 മണീൻ്റെ ഇടയ്ക്ക് ആവും. ഇപ്പോൾ രാത്രി ഒന്നും നോക്കണ്ടല്ലോ. എന്നാലും ഇങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കുക. ഓരോരിക്കൽ സമയം തിന്നുമ്പോൾ വിചാരിക്കും വിശക്കാണ്ട് അങ്ങനെ നിൽക്കുമെന്നാണ് വിചാരിക്കും, എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്നും വേണ്ടാലോ. പക്ഷേ മക്കളെ എല്ലാം ഇപ്പോൾ നമുക്ക് എന്താണോ സമയം വെച്ചത് രാവിലെ ഉച്ച രാത്രി, അത് നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യണം, തിന്നുകയും ചെയ്യണം, കൊടുക്കുകയും ചെയ്യണം. അതാണ് ഒരു പണി. അപ്പം ഞാനിതാ ഇത് തിന്നട്ടെ. എല്ലാവർക്കും നാളെ ഒരു വീഡിയോ ആയിട്ട് വരും. ഓക്കേ, ബൈ ബൈ. ഇത് ചോന ചമ്മന്തി കുറച്ചെടുക്കുക, എന്നിട്ട് വെള്ള ചമ്മന്തി കുറച്ചെടുക്കുക, എന്നിട്ട് ഈ മാങ്ങേൻ്റെ കഷ്ണം കണ്ട ഇതും എടുക്കുക, എന്നിട്ട് ഇതും കൂട്ടി ഇങ്ങനെ കുഴക്കുക. ഇത്തിരി പിടിയാ ചോറെല്ലാം തിന്നും കേട്ടോ. ചോറെല്ലാം കുറവാ, വയസ്സാകും തോറും ചോറിനെല്ലാം ബാക്കോട്ടായി. ഇങ്ങനെ എടുക്കുക. മാങ്ങ കൂടുതലല്ല ഇപ്പം. ഏതോ ചമ്മന്തിക്ക് ഇത്തിരി ഉപ്പുണ്ട്. ഉപ്പും പുളിപ്പും കൂടി ആകുമ്പോൾ കണ്ണെല്ലാം എന്തോ ആയിപ്പോയി. നല്ല എരിവുണ്ട്. ചമ്മന്തിൻ്റെ തന്നെ ആയിരിക്കും, കാന്താരീൻ്റെ എരിവല്ലേ, കുഴപ്പമില്ല. അപ്പം ചില ദിവസം വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒന്ന് തിന്നു നോക്കാം, കറിയൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ബൈ ബൈ.